ഹായ്. എന്നുണ്ടല്ല ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനും ശ്രുതിയും കൂടിയിട്ട് പറഞ്ഞിരുന്നു. അതായത് കമ്പ് ടൗണിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ വേണ്ടി നമ്മളെ ചാനലിൻ്റെ പേരിൽ ബൈജു ജീസസ് എന്നുള്ളൊരു ചാനലിൻ്റെ പേരിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കുന്ന ഒരു കാര്യം പറഞ്ഞേ. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ പഞ്ചായത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊണ്ട് കൊടുത്തിനെ. അപ്പോൾ ഇന്നലെ പഞ്ചായത്തിനെ വിളിച്ച്, അപ്പോൾ സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ പഞ്ചായത്തിന് സമ്മതിച്ചിന്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ, അതായത് നമ്മളെ പഞ്ചായത്ത് കിണറടിക്കുകയെന്ന് ഞാൻ ആ ബോക്സ് വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ തന്നെ വെക്കാനുള്ള അനുമതി കിട്ടിയെന്നുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഗിഫ്റ്റ് ബോക്സിനെ കുറിച്ചുള്ള വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിനെപ്പറ്റി പറയാം. ഗിഫ്റ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 5-8 കള്ളിയുള്ള ഒരു നല്ലൊരു ബോക്സ് ആക്കുന്നു, വെള്ളം കയറാത്ത ലെവലൊരു ബോക്സ് ആക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങൾ കൊണ്ടുവെക്കും. സാധനങ്ങൾ വെച്ചാൽ വീട്ടിൽ ഉപയോഗിക്കേണ്ട നിത്യോപയോഗ സാധനങ്ങൾ കംപ്ലീറ്റ് അതിൻ്റെ അത് വെക്കുക. പെട്ടെന്ന് മോശമാവാത്ത എല്ലാ സാധനവും അതിൽ സ്റ്റേഷനറി ഐറ്റം വരാ, ക്രോക്കറി ഐറ്റം വരാ, പച്ചക്കറി അനാദി സാധനങ്ങൾ വരാ, പച്ചക്കറി വെക്കുക, എല്ലാ സാധനവും അതിൻ്റെ അത് വെക്കുക. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഒരാൾക്കൊരു ദാനം കൊടുക്കണ്ടെങ്കിൽ, ഒരു ഇല്ലാത്തവർക്ക് കൊടുക്കണ്ടെങ്കിൽ നമുക്കിപ്പോൾ തേടി പിടിച്ച് കൊടുക്കാറൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അർഹതപ്പെട്ടവർ, അതായത് ആവശ്യക്കാർ, അതായത് ഇല്ലാത്തവർ അതിൻ്റെ അകത്ത് സാധനം എടുത്ത് പോയിക്കൊള്ളും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും എല്ലാ മാസവും അതിൻ്റെ അകത്ത് സാധനങ്ങൾ കൊണ്ടുവെക്കും. ഇതിന് ഞാൻ മാത്രമല്ല, ഇതാ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ സ്റ്റാഫും വെക്കാന്ന് പറഞ്ഞാൽ അല്ലേ രാജേഷ, അല്ലേ വിജേഷ, ഉണ്ണി വെക്കൂലേ? അതായത് വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ ഇപ്പം ഞാൻ വല്ല ഒരു കിലോ പഞ്ചസാര ആണെങ്കിൽ ഒരു 1/2 കിലോ 1/4 കിലോ വാങ്ങിയിട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ അകത്ത് വെക്കുക. ചെറുപയർ, പഞ്ചസാര, എന്തെന്നാണ് നിങ്ങൾ വാങ്ങുന്നത് അതിനകത്ത് ഒരു അംശം, ഒരു സാധനം നിങ്ങൾ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യുന്നത് കരുതിയിട്ട് അതിൻ്റെ നമ്മളെ ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. ഇതിൽ എല്ലാവർക്കും വെക്കുക കേട്ടോ, നാട്ടുകാർക്ക് മുഴുവൻ വെക്കുക. അതുപോലെ ആവശ്യക്കാർക്ക് എല്ലാവർക്കും എടുക്കുകയും ചെയ്യും. നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആവശ്യമുള്ള ഉപകാരപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, അതുപോലെ തിരിച്ചിങ്ങോട്ടേക്കെന്നുള്ള രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ബോക്സാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അർഹതപ്പെട്ട ഒരുപാടാക്ക് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ ഇതുകൊണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ സാധനവും ഞാൻ പുതപ്പ് വെക്കുക, വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടാത്ത നല്ല സാധനങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുക. അറിയാമല്ലോ, വീട്ടിൽ ചിലപ്പോൾ കുട്ടികളെ കളിപ്പാട്ടങ്ങളുണ്ടാവും, പിന്നെ വേണ്ടാത്ത ആവശ്യമുള്ള സാധനം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു ഡ്രസ്സെല്ലാം വാങ്ങുമ്പോൾ ഓഫറിന് വാങ്ങുമ്പോൾ 1 വാങ്ങുമ്പോൾ 2 കിട്ടും, പുതപ്പ് മറ്റേ ബ്ലാങ്കറ്റെല്ലാം വാങ്ങുമ്പോൾ 1 വാങ്ങുമ്പോൾ 2 കിട്ടും. അങ്ങനെ ഒരുപാട് ഓഫറിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കിത് ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കാൻ പറ്റും. അതാണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമ്മളെ നാട്ടുകാർ ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ടാണ്. അതായത് എല്ലാവരും പറയുന്നത് നമ്മൾ വെക്കുന്ന ഇങ്ങോട്ടേക്ക് പറയലാന്ന് സംഗതി. അതുപോലെ ഈ ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ തന്നെ ഇപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് വിളി വന്നു വെച്ചാൽ വിജേഷിൻ്റെ നാട്ടിലല്ലേ, സ്ഥലം വിജേഷ് മുണ്ടേരി അവിടെ പഞ്ചായത്തിൽ ഇതുപോലെ ഒരു ബോക്സ് വെക്കുക എന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എല്ലാ പഞ്ചായത്തിലും ഞാൻ ബോക്സ് വെക്കുക, എനിക്ക് ഒരു മടിയില്ല അതിൽ. കാരണം ഒരു നല്ല കാര്യം ഞാൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും നമ്മൾ ബോക്സ് വെക്കും. ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി അതിൻ്റെ അകത്ത് സാധനം കൊണ്ട് വെക്കും. ഇനിയിപ്പോൾ ഇവരുടെ നാട്ടിൽ ഞാൻ വിജേഷോട് പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പാതി ഉത്തരവാദിത്വം ഇവർക്ക് കൂടി ഉണ്ടാവും അല്ലേ വിജേഷ? അതായത് ഇവര് അവിടെ അതിനുള്ളിൽ എന്തെങ്കിലും സാധനം വെക്കുന്ന പറയുന്നത്, ഇവരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി വെക്കുന്ന പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ബോക്സ് ആയി കൊടുക്കുന്നത്. ഇനി ഇവരെ അതിൻ്റെ അത് വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ 1-ാം മാസവും നമ്മുടെ വണ്ടി അങ്ങ് പോവും, അതിൻ്റെ അത് സാധനം വെക്കും. ഇവരെ അവിടെ ഇങ്ങനെ ഒരു അതിനുള്ള സാധനം വെക്കുന്നില്ല, അശ്രദ്ധമായിട്ട് അവിടെ വെറുതെ നിൽക്കുന്നതാണെങ്കിൽ ആ ബോക്സ് ഞാൻ അവിടെ നിന്ന് മാറ്റും. കാരണം അത് മാറ്റാനുള്ള അധികാരം നമുക്കുണ്ട്. നമ്മൾ ആ ബോക്സ് മാറ്റിയിട്ട് വേറെ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാർ കൂട്ടം ഉണ്ടാവല്ലോ, അങ്ങനെ ഒരു കൂട്ടമുള്ള സ്ഥലത്ത് പഞ്ചായത്തിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കും. അങ്ങനെ അവർക്ക് വെക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഒരു ബോക്സ് ആക്കിയിട്ട് അത് വെറുതെ വേസ്റ്റ് ആകാൻ പാടില്ല, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളെടുക്കുക. ഞാൻ എന്തായാലും ബോക്സ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ബോക്സിൻ്റെ പേര് പറഞ്ഞല്ലോ, ബൈജു ജീസസ് എന്നാണ് ബോക്സിൻ്റെ പേര്. അത് നമ്മുടെ ചാനലിൻ്റെ പേരാണ്. നമ്മൾ ഷോപ്പ് നിലവാരം പറഞ്ഞു, വൈജോട്ടാ നമുക്ക് നമ്മളെ ഷോപ്പിൻ്റെ പേര് ഇട്ടൂടെ, ജീസസ് ഗോൾഡിൽ നിന്ന് ഇട്ടൂടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട നമ്മളെ ഫേമസ് ആക്കിയത്, നമ്മളെ 4 ആൾ അറിയുന്ന ഒരു ലെവലിലാക്കിയത് നമ്മളെ ചാനൽ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിനോടുള്ള നന്ദി സൂചകമായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ബൈജു ജീസൺസ് എന്ന് ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ മുഴുവൻ എവിടെയുള്ള ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ, എവിടെയുള്ള വേണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞാൻ ഈ ബോക്സ് നിങ്ങൾക്ക് ആക്കിത്തരും. അപ്പോൾ ആവശ്യക്കാരനൊക്കെ പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ദാനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അപ്പോൾ ആ പുണ്യകർമ്മത്തിനോടുള്ള കാരണക്കാരൻ ഞാനാവുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ വലിയൊരു കാര്യമായിട്ട് കാണുന്നു. അപ്പം എല്ലാവരും ഇതിൽ സഹകരിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും നമ്മളെ കമ്പ് ടൗണിൽ എനിക്ക് എത്രയും പെട്ടെന്നൊരു ബോക്സ് ആക്കണേ. വെള്ളം കയറാത്ത, മഴ നനഞ്ഞ ഒന്നാമത്തെ നല്ല ബോക്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിൽ നല്ല പണിക്കാരുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോക്സുകളും ചെയ്യുന്ന നല്ല
അലൂമിനിയം ഫാബ്രിക്സിൻ്റെയോ ACPൻ്റെയോ പണിയൊക്കെ ചെയ്യുന്ന നല്ല ബോക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ നമ്പറും തന്നാൽ എനിക്ക് വലിയ ഉപകാരം. കാരണം ഇത് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് ആക്കണമെന്നുണ്ട്. അപ്പോൾ നല്ല പണിക്കാർ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ നമ്പറും തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കാം. നമുക്ക് ഇതുപോലെ ഒരുപാട് ബോക്സ് ആക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പണിയാവുന്ന കൂടിയാണെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സ് ബൈജു ജീസസുള്ള ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാനും അതിലേക്ക് സാധനങ്ങൾ വെക്കാനും എല്ലാവരും സഹകരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നല്ല പണിക്കാരനെ കിട്ടിയാൽ വളരെ ഉപകാരം. അപ്പോൾ എന്തായാലും നല്ല പണി ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ ഒരു നല്ല ബോക്സ് ആക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ എനിക്ക് പറയാനുള്ള. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ബോക്സ് കൊണ്ട് ഒരുപാടൊക്കെ ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ദാനശീലം, അതായത് ദാനം ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇത് കാണുന്ന മറ്റുള്ളവരിലും നല്ല ദാനശീലം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. ഇതെന്തായാലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഗിഫ്റ്റ് ബോക്സിൻ്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഏതായാലും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ എന്തായാലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ആശയം എല്ലാവരിലും എത്തിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ഒരുപാട് ഗിഫ്റ്റ് ബോക്സുകൾ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ.